ഗായ്സ് പപ്പയുടെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. കേക്കൊക്കെ സെറ്റാക്കി ഞാൻ കാട്ടിത്തരാം. Guys, this is the cake. സൂപ്പർ അല്ലേ? സോ നമ്മളിത് കത്തിക്കുന്നു, കേട്ട് മുറിക്കുന്നു. പിന്നെ ഓരോ സെലിബ്രേഷൻ നമ്മൾ കപ്പ ബിരിയാണി പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വെള്ളം അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഇതെല്ലാം പോയി ഗൈസ്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എടുത്ത് വെച്ചിരുന്നു. എല്ലാം സെറ്റപ്പാണ്. കേക്ക് മുറിക്കുന്നു, കട്ട് ചെയ്യുന്നു, കഴിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊക്കെ ചോക്ലേറ്റാ. ചോക്ലേറ്റ് മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോഴാണോ ഫോട്ടോ എടുക്കുന്നതിന്റെ കാര്യം ആലോചിച്ചേ? Happy birthday to you, happy birthday to you. അപ്പൊ ആദ്യം മുറിച്ചൊരെണ്ണം കൊടുക്ക്, എന്നിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്നീ കാണിക്കുന്നേ. അപ്പൊ ഇതാദ്യം ഊതി, ഇതെന്തിനീ കത്തിച്ച് വെച്ചേക്കുന്നേ? അമ്മ തല കാണണ്ടേ? എനിക്ക് അവരെ കൊണ്ടുവിളിക്കാൻ ഞാൻ പിടിച്ചതാ. ഇതില് കാണില്ല. വീഡിയോ പിടിച്ചോളാം കറക്റ്റായിട്ട് കേട്ടോ. പിന്നെ ഒരു കുറേ കാലം കഴിയുമ്പോൾ കാണണം. ഓക്കെ, തിന്നു തീർക്കാൻ ആരാ തീർക്കും? അവർക്ക് കൊടുക്കും. മുറിച്ചോ. അതിന് മെഴുതിരിക്കും. സൂപ്പർ കേക്കാണ് കേട്ടോ. സാധനം അതിൻ്റെ മുകളിലത്തെ നട്ട്സ് സെറ്റാട്ടോ. നമ്മുടെ നട്ട്സ് ഉണ്ടോ? ചോക്ലേറ്റിൻ്റെ മറ്റേ സാധനമല്ലേ, എന്താ പേര് പറയും? ഇറ്റ്സ് അമേസിങ്. നല്ല കേക്ക്, സൂപ്പർ കേക്ക്. ഞാൻ വാങ്ങണ്ടല്ല, നല്ല കേക്ക്. ശരിക്കും അടിപൊളി കേൾക്കാണ്ടോ? നമുക്ക് എന്താ ഇഷ്ടം? ചോക്ലേറ്റ് ഞാൻ ആദ്യം മറ്റേ ഇത് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചതാ. നമ്മുടെ അതിൻ്റെ പേരെന്നാ, ബട്ടർ സ്കോച്ച്. പക്ഷെ ബട്ടർ സ്കോച്ച് ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് വാങ്ങി. സൂപ്പറാണ്. ഗായ്സ് കം ഓൺ ഗായ്സ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. പൊന്നൂനെ കൊണ്ടുവിടാൻ വേണ്ടി കല്യാൺ ജംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. 5:30-ക്കാണ് ട്രെയിൻ. സോ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാവും. ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പണിയാം. സോ
5:30 എന്നുള്ള സമയത്തിന് നിൽക്കാണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങി അറൗണ്ട് ഒരു 43 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. സോ ഇവിടെ എവിടെ സ്റ്റേഷൻ ഒന്നും ആരുടെ ഐഡിയ ഇല്ല. നമ്മൾ ഇന്നലെ വന്ന സെയിം സ്റ്റേഷൻ, ഇവിടെ കൂട്ടാൻ വന്ന സെയിം സ്റ്റേഷനിൽ തന്നെയാണ് വന്നേക്കുന്നത്. ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്നത് നോക്കണം. ഓ ഗൈസ്, നമ്മുടെ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഉറങ്ങി വീഴുന്നതാണ് ഗൈസ്. ഗൈസ് തളർന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഉറങ്ങാൻ വേണ്ടി ഉറക്കത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ മല്ലപ്പാടിലാണ് ഗൈസ് മമ്മി. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്നുണ്ട് മമ്മി, പക്ഷെ വീഴരുത്. വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും എടുത്തോണ്ട് പോകാനുണ്ടാവില്ല. ഓക്കെ, ഞങ്ങളിവിടെ സൈഡിലിട്ടിട്ട് പോയിട്ട് വരും. മനസ്സിലായോ? മനസ്സിലായോ? വലിയ മോഡേണായി കണ്ടോ, ഫുള്ള് ജീൻസും പാൻ്റൊക്കെ ഇട്ടിട്ടാ. ഹലോ ഫ്രീ കത്തി. ഗൈസ് നമ്മൾ പിന്നെ കിട്ടും ഗൈസ്. ഇവിടെ ഇത് നമ്മൾ വന്നേക്കുന്ന മെയിൻ ടെർമിനൽ സ്റ്റേഷനിലാണ്. ഇവിടെ എല്ലായിരുന്നു വരേണ്ടത്. ഇവിടെ ലോക്കൽ വേറെ ഉണ്ട്. ലോക്കൽ കുർള സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വേറെ ഉണ്ട്. സോ ഞങ്ങൾ മൂഞ്ചി ഗൈസ്. സോ ഞങ്ങൾ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മമ്മി ട്രെയിനിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് ഒരു ചെങ്ങായി പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പം മമ്മി ഞാൻ പറഞ്ഞു കല്യാണിലേക്ക്. കല്യാണം ഇവിടെ അടുത്താണ് ഗൈസ്. ഇവിടെ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരുന്ന് പോവാന്ന് പറഞ്ഞു. നമുക്കറിയില്ലല്ലോ, നമ്മൾ മുംബൈയിൽ ആദ്യമായിട്ടല്ലേ. പക്ഷെ ഒരു സ്ഥലത്ത് 2 റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് നമ്മളറിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ പോകുന്ന ട്രെയിൻ കല്യാണിലേക്കാണ് പോകുന്നത്. ഈ വേണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നത് ഈ ഓടുന്ന ട്രെയിൻ. നമുക്ക് വെള്ളം പോയാൽ നമുക്ക് സമയമുണ്ട് ഗൈസ്. അതിനാണ് പോകണ്ടേ. നമുക്ക് വെള്ളം പോയാൽ സമയമുണ്ട് ഗൈസ്. ഓ ഗൈസ്, ട്രെയിൻ കിട്ടിയപ്പോഴേ 2 ചെരിഞ്ഞു കേട്ടോ. നിങ്ങൾ ചെരിഞ്ഞ ഗൈസ്. ഗൈസ് ഉറങ്ങാ. 2 നല്ല ഉറക്കത്തിലാണ് ഗൈസ്. നമ്മുടെ കയ്യിലാണ് ഡ്യൂട്ടി. ഇവിടുന്ന് കല്യാണിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കയറിയ സ്റ്റേഷൻ്റെ പേരാണ് കുർള. കുർളയിൽ നിന്ന് കല്യാണത്തിലേക്ക്, കല്യാണമല്ല കല്യാൺ എന്ന് പറയുന്ന ജംഗ്ഷനിൽ പോകണം. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. സ്റ്റേഷൻ ബഹുത് ബഡിയ. ഗായ്സ് 6 മണിക്കാണ് ട്രെയിൻ. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ 1:45 എത്തി. ഇനി 5 മണിക്കൂറുണ്ട് ഗായ്സ് ടാസ്ക്. സോ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 6ാമത്തെ പ്ലാറ്റ്ഫോം ഇവിടെ എന്താ അറിയില്ല, ഇവിടെ നിൽക്കുകയാണോ പോവാണോന്നൊരു പിടുത്തമല്ല. ലെറ്റ്സ് സീ. സോ ഗായ്സ് ഗായ്സ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ എത്തി. ഉറക്കം വന്നിട്ട് അയ്യോ ട്രെയിനിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇറങ്ങേണ്ട സ്റ്റേഷൻ മാറിയപ്പോൾ എന്നിട്ട് പിന്നെയും തിരിച്ചു വന്ന് മാറി വന്നു. അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്തടിപൊളിന്ന്? അയ്യോ മടുത്തു പോയി. 2 ആളും കിടന്ന് നല്ല